തിരുവനന്തപുരം ഗവൺമെന്റ് ആർട്സ് കോളേജ് ശതാബ്ദി നിറവിൽ. ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു. ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ പരിപാടികളാണ് കോളേജിൽ സംഘടിപ്പിക്കുന്നത്. 1924 ജൂലൈയിലാണ് തിരുവനന്തപുരത്ത് ഗവൺമെന്റ് ആർട്സ് കോളേജ് സ്ഥാപിക്കുന്നത്. ശതാബ്ദിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ആഘോഷങ്ങളുടെ ഔദ്യോഗിക ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു. ചരിത്രത്തിൽ ഇടം നേടാൻ ആർട്സ് കോളേജിന് കഴിഞ്ഞെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സാമൂഹിക ഉന്നമനം ലക്ഷ്യം വെച്ച് ഒരു നൂറ്റാണ്ട് മുൻപ് സ്ഥാപിതമായ ഈ കലാലയം അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തിനനുസൃതമായി സ്വയം നവീകരിക്കാനും മുന്നേറാനും വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്നു എന്നത് അഭിമാനകരമായ കാര്യമാണ്. NIRF റാങ്കിംഗ് പട്ടികയിൽ ഇടം നേടിയ ഈ കോളേജിന് NAC അക്രഡിറ്റേഷനും ലഭിച്ചിട്ടുണ്ട്. കോളേജിന്റെ പ്രവർത്തന മികവിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. മന്ത്രി ആർ ബിന്ദു ചടങ്ങിൽ അധ്യക്ഷയായി. കാര്യമായ നിലയിൽ തന്നെ ഇന്ത്യയുടെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിൽ സംഭാവന നൽകിയ മഹാവ്യക്തിത്വങ്ങൾ പഠിച്ചിറങ്ങിയ ഒരു കലാലയമാണിത്. ഇന്ത്യൻ ശ്രീ KR നാരായണൻ, ആദ്യത്തെ വനിതാ മന്ത്രിയും ലോകസഭാംഗവുമായിരുന്ന ആനി മസ്ക്രീൻ, ISROയുടെ ചെയർമാൻ, അതുപോലെ നാം ഇവിടെ ഇന്ന് അനുശോചനം രേഖപ്പെടുത്തിയ വൈദ്യശാസ്ത്ര മേഖലയിലെ അനന്യ വ്യക്തിത്വമായിരുന്ന ഡോക്ടർ MS വല്യത്താൻ, നീണ്ട ഒരു നിരയാണ്. അത്തരത്തിൽ വ്യത്യസ്ത മേഖലകളിൽ പ്രശോഭിക്കുന്ന ഒട്ടനവധി വ്യക്തിത്വങ്ങളെ രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്കുവഹിച്ച ഒരു കലാലയം. തീർച്ചയായും പിന്നിട്ട വഴികളിൽ ആർജിച്ച നേട്ടങ്ങളെ വിലയിരുത്തിക്കൊണ്ട് മുന്നോട്ടു പോകാനുള്ള ഊർജം സമാഹരിക്കുന്നതിനുള്ള സവിശേഷ സന്ദർഭം കൂടിയാണ് ഇത് എന്ന് നിങ്ങളെ ഏവരെയും ഓർമ്മപ്പെടുത്താൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികളാണ് കോളേജിനകത്തും പുറത്തുമായി സംഘടിപ്പിക്കുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.